ഏതായാലും നിങ്ങളുടെ അമ്മാവൻ ഭാഗ്യം ചെയ്ത ആളാണ്. നിങ്ങളുടെ രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചു. എന്റെ രോഗം എന്താ? ആരും വിഷമിക്കണ്ട, അസുഖം കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. കണ്ടുപിടിച്ചില്ലെങ്കിൽ ആയിരുന്നു ബുദ്ധിമുട്ട്. അതാ ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായി പോയാണ്. ഇതിപ്പോ വിഷമിക്കാമല്ല, ഈ ഹൃദയത്തിനാണ് കുഴപ്പം. അപ്പൊ ഈ സർജറി ചെയ്തിട്ട് ഈ ഹൃദയം മാറ്റിയിട്ട് വേറൊരു ഹൃദയം വെക്കണം. ഓപ്പൺ അമ്മ വിഷമിക്കരുത് പറഞ്ഞില്ലേ അമ്മ? അതെ നിങ്ങളെല്ലാരും കൂടി നിങ്ങൾ ഇങ്ങനെ ഇതല്ലേ അല്ല, നിങ്ങൾ എങ്ങനെ കഴിഞ്ഞാൽ രോഗീനെ കൂടെ പേടിപ്പിക്കൂല്ലോ ഇത്. പേടിക്കുന്ന ആളെ ഓടിച്ചിട്ട് പേടിപ്പിക്കാം. അതെ, ഇപ്പൊ കണ്ടെത്തിയത് വലിയ ഭാഗ്യം. നല്ല സമയത്ത് ഇവിടെ കൊണ്ടെത്തിച്ചു. കിടന്നോ സാർ? അത് നമുക്ക് ഈ സർജറി ചെയ്യണതിന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ 100%. പക്ഷെ ചെയ്യാൻ പറ്റുമല്ലോ സാർ. ചെയ്താൽ 50-50 പകുതി ശതമാനം ഉറപ്പുണ്ട്. ജയിച്ചാ ജയിക്കും, നോക്കും. എന്ന് പറഞ്ഞാൽ നീ അമ്മാവനെ മരണത്തിലേക്ക് വിടണമെന്നാണോ പറയണത്? ജീവിക്കുന്നിടത്തോളം കാലം സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഇപ്പൊ നമുക്ക് അതുകൊണ്ടല്ല ചെയ്യാൻ നമുക്ക് അല്ലേ സാർ? ചെയ്തില്ലെങ്കിൽ 50-50 ആണ്. ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മാവനെ കുറച്ച് നാളുകൂടെ കാണാം. ഇല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. അത് ചെയ്യുന്നതല്ലേ നല്ലത്. ഞങ്ങളെല്ലാരും ഉണ്ടമ്മാവ കൂടെ. അതെ, ഡോക്ടർ പറഞ്ഞ പോലെ നിങ്ങളൊരു കാര്യം ചെയ്യും, രോഗിയുടെ സംഭവം നോക്കണ്ട. നിങ്ങളെല്ലാവരും കൂടെ കൂടിയ ഒപ്പം കിടും. മതി. ഇത് നമ്മുടെ സമ്മതപത്രം. എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഇപ്പൊ തന്നെ ചെയ്യണം. ഏറ്റവും അത്ര നല്ല ഇതല്ലേ? നിങ്ങളെല്ലാം ഓപ്പറേഷൻ ചെയ്യണേ, ഞാനും ഓപ്പറേഷൻ ചെയ്യണേ. നിങ്ങൾക്ക് എന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തതാണോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? സൈൻ ചെയ്യട്ടെ അമ്മേ. അതായത് ഈ സഹോദരനെ ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് സമ്മതമാണ് ഒപ്പിടണം. ആ കണ്ണുനീരൊക്കെ തുടക്കാൻ അല്ലെങ്കിൽ ഒപ്പൊക്കെ മാറി. ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് സമ്മതമാണ്. ഇതിപ്പോ ആരോ ഒപ്പിട്ടത്? അമ്മ. ആ, സഹോദരനാണ് ഞാൻ. അനന്തരവൻ. ഇതോ? അല്ല, അത് ഡോക്ടർ അമ്മ ഉദ്ദേശിച്ചത് കൂടപ്പറപ്പാണ്. ഇവിടെയൊക്കെ അങ്ങനെ പറഞ്ഞു, കുടലെന്ന് പറഞ്ഞു. ഒപ്പിട്ടാ സാർ? സമ്മതപത്രം സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സംഭവങ്ങളൊക്കെ എഴുതി. അമ്മാവൻ ഒരു സൈൻ ചെയ്യണം. എന്തിന്? അതായത് ഈ ഓപ്പറേഷൻ ഒരുപാട് ചിലവുണ്ടാവുമല്ലോ. ഹൃദയം വേറെ ആളുടെ ഹൃദയം എടുക്കും നമ്മൾ. അപ്പൊ അതിനുള്ള പേയ്മെന്റ് കൊടുക്കണം. ഈ ഹൃദയം മാറ്റി വെച്ചിട്ട് വേറൊരു ഹൃദയം ഫിക്സ് ചെയ്യണമല്ലോ. അപ്പൊ അതിനുള്ള ചെലവുണ്ട്. ഒരുപാട് ലക്ഷങ്ങളാണ്. 50 ലക്ഷം രൂപയ്ക്ക് അകത്താവും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മാവന്റെ സ്വത്തുക്കൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ അമ്മാവന് ഞാൻ അത് ചെയ്യുന്നുണ്ട്, ക്രയവിക്രയം ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല എന്ന സമ്മതപത്രം. അതായത് നമ്മൾ ഈ പവർ ഓഫ് അറ്റോർണി എന്ന് പറയില്ലേ, അതൊന്ന് സൈൻ ചെയ്ത് മേടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഒപ്പിട്ട് കൊടുക്കാം. എല്ലാം ശരിയാവും. നമ്മുടെ തറവാട് കൂടി വെച്ചാലും കുഴപ്പമില്ല. പൈസ അല്ലല്ലോ പ്രശ്നം. നമ്മുടെ തറവാട് പോവും, അല്ലെങ്കിൽ മാമന്റെ സ്വത്തുക്കൾ മുഴുവൻ പോവും. ഈ വെള്ളക്കടലാസ് ഒന്ന് സൈൻ ചെയ്യാം. വെറുതെ കാശ് കൊടുക്കാൻ വേണ്ടിട്ട് ഓരോന്ന് പറഞ്ഞു. അസുഖമില്ലാത്ത ആൾക്ക് പിന്നെ വെറുതെ ആർക്കും മാറ്റിവെക്കാന്ന് പറയാ. ആര് പറഞ്ഞു എന്റെ കനകടാ? നിനക്ക് ഹാർട്ടിന് അസുഖമുള്ളവരുടെ ഇവിടെ ശ്വാസം മുട്ടുണ്ടാവും, നെഞ്ഞു എനിക്കൊക്കെ ചെയ്യും. എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് കുറച്ചു മുമ്പ് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ? അപ്പൊ ഉണ്ടായിരുന്നു, അത് മാറി പെട്ടെന്ന് മാറിയോ? ഇപ്പൊ ഒരു കുഴപ്പമില്ല ചേച്ചി, നോക്കാം. ഒരു കുഴപ്പമില്ല എടി, എനിക്ക് ഒരു കുഴപ്പമില്ല. കുഴപ്പമുണ്ട്. ആര് പറഞ്ഞു? ഞങ്ങൾ കണ്ടു. എന്ത് കണ്ടു? ഡോക്ടർ കാണിച്ചു തന്നു. നിങ്ങളുടെ എല്ലാ റിസൾട്ടും മരുമക്കളെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സ്കാനിംഗ് റിപ്പോർട്ട്, ബ്ലഡ് റിസൾട്ട്. എന്റെ റിസൾട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഒരു കാര്യം ചെയ്യാം. ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന രോഗിയുടെ വിഭ്രാന്തിയാണ്. എന്തായാലും നമ്മളത് ചെയ്യും. എന്താ പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല. അമ്മ ഒരു കാര്യം, ഞാൻ ഒരു കാര്യം വേണ്ടേ? അമ്മാവന് ബോധ്യായ പോലെ
അമ്മാവൻ അസുഖം ഉണ്ടെന്ന് ബോധ്യമായ പോലെ കുഴപ്പമുണ്ടെന്ന് ബോധ്യമായ പോലെ എല്ലാ റിസൾട്ടും ഞാൻ ഇവരെ കാണിച്ചു കൊടുക്കും. എനിക്ക് കാണണം, എനിക്ക് കാണാണ്ട് ഞാൻ സമ്മതിക്കണം. ഞങ്ങൾ കണ്ടു. നിങ്ങൾ കണ്ടിട്ട് എനിക്ക് കാണണം. അമ്മാവനെ കാണിക്കാം നമുക്ക് അല്ലേ? എനിക്കും കൂടെ ഒന്ന് കാണാൻ പറ്റുമോ? എല്ലാവരും കണ്ടിരിക്കണം, നല്ലതാണ്. അത് കണ്ടിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഒരു അസുഖമില്ല. ദേഹം ഇളക്കല്ലേ അമ്മാവ. എനിക്കൊരു കുഴപ്പമില്ലെന്ന്. വേണ്ടെന്ന് ഞാൻ നടന്നു വിളിച്ചരാ. സാറ് വാ. കൃഷ്ണ പിടിച്ചോ. ഇദ്ദേഹത്തിന്റെ അസുഖം എന്ന് പറയുന്നത് ഈ പ്രായത്തില് 1000-ൽ ഒരാൾക്ക് വരേണ്ട അസുഖമാണ് പുള്ളിക്ക് വന്നിട്ടുള്ളത്. കാണാം. അല്ല, ഈ വലിയ വിളയെന്ന് വരുന്ന ഒരു സുഷമ പറഞ്ഞൊരു സിസ്റ്റർ ഇല്ലേ, ആ സിസ്റ്ററോട് വരാൻ പറയും. ആ സിസ്റ്റർ ചെയ്താൽ മതി. സുഷമ എന്നല്ലേ പേര്? അതെ. എന്നതിന് മുമ്പ് കണ്ടിട്ടുണ്ട്? എവിടെയോ കണ്ട് പരിചയമുണ്ട്. ഞാൻ പെണ്ണന്വേഷിച്ചു വന്നിട്ട് അവിടെ. ആണോ? നടക്കാതെ പോയി. ആ. സുഖല്ലേ? ആ, സുഖം. വേണ്ട. ഹസ്ബൻഡിന് എന്ത് പറ്റിയതാന്ന് പറഞ്ഞത്? അത് ഒരു അപകടം. മരിച്ചിട്ട് ഇപ്പൊ എത്ര കൊല്ലായി? 2 കൊല്ലമായി. വേറെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല? ഇല്ല. ഇരിക്കേ. പിന്നെ ഓരോരുത്തർക്കും ഓരോ വിധി ഉണ്ട്, അതുപോലെ നടക്കും. ആർക്കാരാന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കഴിച്ചു. വീട്ടിൽ നിന്ന് കൊണ്ടില്ല? ഇല്ല. ക്യാൻറ്റീനില്ല? ആ, ക്യാൻറ്റീൻ. ഇതാണ് അമ്മയുടെ ഈ കുടലിന്റെ സൂക്കേട്. ഇതിനൊരു പ്രതിവിധിയുള്ളൂ. ഈ നേഴ്സിനെ ഞാൻ ഇവിടുന്ന് സ്ഥലം മാറ്റണോ അതോ ഇയാൾ ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുമോ? ഞങ്ങൾ ഡിസ്ചാർജ് വാങ്ങി പൊയ്ക്കോളാം.